കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹതിയാം ബാബിലോൺ വീണുപോയി. ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്തത്, ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു എന്ന് വെളിപാട് പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം. ഇന്ന് ദൈവജനങ്ങളിൽ പ്രവർത്തിക്കുന്ന ബാബിലോണിന്റെ ആത്മാവിനെ നമുക്ക് കാണിച്ചു തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണമെന്നും വിധിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ദൈവവചനത്തെ ബുദ്ധിപരമായി സ്വീകരിക്കുന്നവരിൽ നിന്നും നാം വേർപെടണം. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവവചനത്താൽ ശുദ്ധീകരിക്കപ്പെടുകയും കഴുകപ്പെടുകയും ചെയ്യുന്നവരാകാം. അപ്പോൾ ബാബിലോണിന്റെ തത്വങ്ങളും ആത്മാവും ഒരിക്കലും ദൈവത്തിന് സഹിക്കുവാൻ കഴിയുകയില്ല എന്നും താൻ ബാബിലോണിനെ വെറുക്കുന്നുവെന്നും നാം മനസ്സിലാക്കും. ബാബിലോണിനെ ഭരിക്കുന്ന ചില തത്വങ്ങളെ നാം കാണുകയുണ്ടായി. ഇന്ന് രാവിലെ നമുക്ക് വീണ്ടും അവയിൽ ചിലതിലേക്ക് കണ്ണോടിക്കാം. ബാബിലോണിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ മേലുദ്ധരിച്ച വേദഭാഗത്തിൽ പരാമർശിച്ചിരിക്കുന്നു. അത് അശുദ്ധാത്മാക്കളുടെ തടവറയായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നു. ബാബിലോൺ എന്തായി തീർന്നു എന്ന് ഇത് കാണിക്കുന്നു. ബാബിലോൺ വ്യാജസഭയുടെ ഒരു ചിത്രമാണ്. വെളിപാട് പുസ്തകത്തിൽ യഥാർത്ഥ മണവാട്ടിയെ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റ് നിരവധി അധ്യായങ്ങളിലും കർത്താവായ യേശുക്രിസ്തുവിനെ മണവാട്ടിയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം 17-18 അധ്യായങ്ങളിൽ ബാബിലോൺ എന്ന വ്യാജസഭയെ നാം കാണുന്നു. ഇപ്പോൾ അത് അശുദ്ധാത്മാക്കളുടെ വാസസ്ഥലമായി മാറിയിരിക്കുന്നുവെന്ന് നാം ഇവിടെ വായിക്കുന്നു. അവർ ദുഷ്ടാത്മാക്കളുടെ വാസസ്ഥലമായി മാറിയിരിക്കുന്നു. അശുദ്ധവും വെറുക്കപ്പെട്ടതുമായ എല്ലാ പക്ഷികളുടെയും തടവറയായി മാറ്റപ്പെട്ടു. അത് ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ ഭാവികാലത്ത് ചിലർ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കവർത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് 1 തിമോത്തിയോസ് 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പ്രസ്താവിക്കുന്നു. ഭാവികാലത്ത് ചിലർ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. വശീകരിക്കുന്ന ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും കേട്ട് അവർ വിശ്വാസത്തെ ത്യജിക്കുമെന്ന് താൻ വ്യക്തമായി പ്രസ്താവിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകത്തിൽ ബാബിലോണിനെ കുറിച്ച് അശുദ്ധാത്മാക്കളുടെ വാസസ്ഥലമായി മാറിയിരിക്കുന്നുവെന്ന് വായിക്കുന്നു. ഭാവി കാലത്ത് ചിലർ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാമെന്നും അവർ അശുദ്ധാത്മാക്കളുടെ വാസസ്ഥലമായി മാറുമെന്നും കാണുന്നു. അവർ വശീകരിക്കുന്ന ആത്മാക്കൾക്കും ഭൂതങ്ങളുടെ ഉപദേശങ്ങൾക്കും ചെവി കൊടുത്ത് അവയുടെ ഒരു വാസസ്ഥലമായി മാറിയിരിക്കുന്നു. യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ആത്മാവ് ഇതിനകം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് താൻ പറയുന്നു. ഇന്നും ആ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കണം. യഥാർത്ഥ ശരീരത്തിനെതിരായി ആ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. ബാബിലോണിനെ കുറിച്ച് അത് വ്യാജ ആത്മാക്കളാൽ നിറഞ്ഞിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. അത് അശുദ്ധാത്മാക്കളാൽ നിറഞ്ഞിരിക്കുന്നു എന്നത് ബാബിലോണിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. ഒരു വ്യാജസഭ നിരവധി ആത്മാക്കളുടെ സ്ഥലമാണ്. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ നാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ മണവാട്ടി നയിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാത്രമാണെന്ന് നാം ഓർക്കണം. എന്നാൽ ഇവിടെ വ്യാജസഭയ്ക്ക് അവളെ നയിക്കുവാൻ നിരവധി ആത്മാക്കളുണ്ടെന്ന് നാം കാണുന്നു. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കിയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവേൻ എന്ന് 1 യോഹന്നാൻ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. പ്രിയരെ, ആത്മാക്കളെ നാം വിഭജിക്കേണ്ടത് അനിവാര്യമാണ്. ക്രിസ്തുവിന്റെ ശരീരമായ സഭയിൽ അത് തികച്ചും ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന് മാത്രമേ തൻ്റെ ജനത്തെ നയിക്കുവാൻ കഴിയൂ. കർത്താവിൻ്റെ ആത്മാവ് നമ്മെ നയിക്കേണ്ടത് അനിവാര്യമാണ്. വെളിപാട് പുസ്തകത്തിൽ നാം കാണുന്ന വ്യാജസഭയെ നിയന്ത്രിക്കുവാനും നയിക്കുവാനും അവിടെ നിരവധി ആത്മാക്കളുണ്ട്. അശുദ്ധവും വെറുപ്പുമുള്ള എല്ലാ പക്ഷികളുടെയും തടവറയാണത്. അശുദ്ധവും വെറുപ്പുമുളവാക്കുന്നതുമായ പക്ഷികൾ ബാബിലോണിന്റെ അടയാളങ്ങളാണെന്ന് നാം മനസ്സിലാക്കണം. അശുദ്ധിയും അശുദ്ധാത്മാക്കളും അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമല്ലാത്ത പലതും അവിടെ ഉണ്ട്.
അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രന്മാരും ഉഗ്രന്മാരും സർഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന് ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. 2 തിമോഥെയോസ് 3 അധ്യായം 1 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുന്നു. മനുഷ്യൻ സ്വസ്നേഹികളായിരിക്കുമെന്ന് ഈ വേദഭാഗത്തിൽ നാം വായിക്കുന്നു. അവർ വളരെ സ്വാർത്ഥരായിരിക്കും. നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണിത്. സ്വാർത്ഥത കർത്താവിൻ്റെ ശരീരമായ സഭയുടെ വലിയ ശത്രുവാണ്. പ്രിയരെ, ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നമുക്കൊരിക്കലും സ്വാർത്ഥത പുലർത്തുവാൻ കഴിയുകയില്ല. എല്ലാവരും നമ്മെ സേവിക്കണമെന്ന് നാം ആഗ്രഹിക്കരുത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 4 വാക്യത്തിൽ ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം എന്ന് ഫിലിപ്പി സഭയോടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നമുക്ക് ഓർക്കാം. ഇത് പൊതുവായുള്ളതിലും ഉപരിയായി സഭയിലുള്ള സഹോദരി സഹോദരന്മാരെ കുറിച്ച് ആണ് താൻ പ്രതിപാദിക്കുന്നത്. നമ്മുടെ കാര്യങ്ങളിൽ നാം എങ്ങനെ ശ്രദ്ധയുള്ളവരായിരിക്കുന്നുവോ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കുടുംബത്തിൽ ഉള്ളവരെ കുറിച്ചും നാം വിചാരമുള്ളവരായിരിക്കണം. ദൈവമക്കളിൽ പലരും ഇപ്പോഴും സ്വാർത്ഥരാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് അന്ത്യനാളുകളുടെ അടയാളങ്ങളിൽ ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം.